ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിത് വേറെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. അതല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്, അവിടെയും എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അവിടെ വേണമെച്ചാൽ എന്നെ DM ചെയ്യാം ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്കിംഗ് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഇത് ലീബ്ര സൺ മൂൺ അസെൻഡൻറ്റ് സൈൻസിൻ്റെ റീഡിംഗ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സൺ സൈൻ, മൂൺ സൈൻ ഇല്ല വെച്ചാൽ അസെൻഡൻറ്റ് സൈൻ ലീബ്ര ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാം. അതല്ലാണ്ട് നിങ്ങളൊരു ലീബ്ര പേഴ്സൻ്റെ കൂടെ ഡീൽ ചെയ്യുന്നുണ്ട് വെച്ചാലും ഇത് നിങ്ങൾക്ക് ബാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റിൻ്റെ മെസ്സേജസ് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര നിങ്ങളുടെ എന്താണ് ഓവറോൾ തീം എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ തീം ഈ മാസം ഹാപ്പിനെസ് ആണ് ഇവിടെ വന്നിരിക്കണേ. അപ്പോൾ ഈ മാസം കുറേ പോസിറ്റീവ് മാസമാണ്, പോസിറ്റീവ് മന്താണ്. അപ്പോൾ എന്താണ് മറ്റേ മെസ്സേജസൊക്കെ നമ്മൾക്ക് നോക്കാം. എന്താണ് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ബോട്ട്, മണി ഓർ പ്രോപ്പർട്ടി ത്രൂ ഇൻഹെറിറ്റൻസ്, വിന്നിങ് ഓർ വിൻഫോൾ. അപ്പോൾ കുറേ പൈസ വരാൻ പോകുന്നുണ്ട് ഈ മാസം. കുറേ ഒരു സക്സസ്ഫുൾ ഫിനാൻഷ്യൽ മന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി പ്രോപ്പർട്ടി ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് ബോണസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇല്ല വെച്ചാൽ ഒരു വലിയ ബൾക്കായിട്ട് മണി ഒരുമിച്ച് വരണ എനർജിയാണ് കാണുന്നത്. ക്ലൗഡ്സ്, ടെമ്പററി പ്രോബ്ലംസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് വെച്ചാൽ അതൊക്കെ ടെമ്പററി ആണ്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ ഫേസ് ചെയ്യണ പ്രോബ്ലംസൊക്കെ വേഗം തീരും. ഇവിടെ ഹാർട്ട് എഴുതിയിട്ടുണ്ട്, ലവ്, ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ്. അപ്പോൾ ഇവിടെ റൊമാൻസും കാണാണ്ട് ഈ മാസം. ഫ്ലൈ വന്നിട്ടുണ്ട്. സൈക്കിക് എബിലിറ്റീസ്, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറേ സ്ട്രോങ് ആയിരിക്കും ഈ മാസം. അതിന് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഫീലിംഗ് പറഞ്ഞാൽ ഇത് ശരിയാണ്, ഇത് ശരിയല്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ട്രോങ് ഫീലിങ്സ് ഒക്കെ വന്നാൽ അതിനെ ഫോളോ ചെയ്യുക. എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് ഈ മാസം ലീബ്ര? ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് സോഡ്സ് ആണ്. എന്താണ് പാസ്റ്റിലെ എനർജി? പാസ്റ്റ് എനർജി നിങ്ങളുടെ ഏസ് ഓഫ് വാൻഡ്സ്. കറണ്ട് എനർജി നിങ്ങളുടെ എന്താണ്? ഓഗസ്റ്റിൻ്റെ എനർജി ലവേഴ്സ്. ഫ്യൂച്ചറിൽ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് കപ്സ്. ചാലഞ്ച് ഈ മാസം നിങ്ങൾക്ക് ഏസ് ഓഫ് കപ്സ് ആണ്. അഡ്വൈസ് പേജ് ഓഫ് കപ്സ്. സർപ്രൈസ് ഫാക്ടർ, ഹിഡൻ ഫാക്ടർ, കിങ് ഓഫ് കപ്സ്. ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് വീഡിയോയുടെ എൻഡിൽ നോക്കാം എന്താണെന്ന്. പേജ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഈ മാസം എന്തോ ഒരു മെസ്സേജ് ഇല്ല വെച്ചാൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓൺലൈൻ. അതല്ല വെച്ചാൽ ആരും നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ പേജ് ഓഫ് സോഡ്സ് എന്താണ്? ഈ പേജ് ഓഫ് സോഡ്സ് ഇവിടെ എന്താണ് മെസ്സേജ്? 9 ഓഫ് കപ്സ്. അപ്പോൾ ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് കിട്ടുന്നുണ്ട്, ഇല്ല വെച്ചാൽ എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് വരാൻ പോകുന്നുണ്ട് ഈ മാസം. എംപ്രസ് എനർജി ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരിഡ് ആണ്, പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് വെച്ചാൽ അതും ഒരു ഗുഡ് ന്യൂസ് ആവാം. അതല്ല വെച്ചാൽ എന്തോ ഒരു ഗ്രോത്തിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കുറേ സക്സസിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ കരിയറിലും ഇതൊരു പുതിയ ജോലി ആയിരിക്കാം, ഇല്ല എന്തോ ലോൺ അപ്രൂവ് ആവണ എനർജി ആവാം.
എന്തായാലും ഇതൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഏസ് ഓഫ് വോൺസ് നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. കുറേ പാഷൻ ഉണ്ട് ഇവിടെ. ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആവാം. ഈ ഏസ് ഓഫ് വോൺസ് എന്താണ്, ഇല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പുതിയ ബിഗിനിങ് ആവാം, ഇല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്രോജക്റ്റ് ആവാം. സ്റ്റാർ, അപ്പോൾ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിരുന്നു. പാസ്റ്റിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ. അത് നിങ്ങളുടെ വിഷായിരുന്നു, അത് ഫുൾഫില്ലായി. പക്ഷേ ഇവിടെ ചില വേറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. ഓക്കെ, ഇപ്പോൾ ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഞാൻ കാണുന്നത്. ഒരു അഫെയറിൻ്റെ എനർജി ആണ് ഞാൻ കാണുന്നത്. അതല്ല വെച്ചാൽ ഇവിടെ ഒരു ജോലിയുടെ കാര്യത്തിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടായിച്ചാൽ അതിൽ കോമ്പറ്റീഷനാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവേഴ്സാണ് ജെമിനി എനർജി. കറണ്ട് എനർജിയിൽ ഞാനൊരു സ്ട്രോങ് സോൾമേറ്റ് കണക്ഷനാണ് ഞാൻ കാണുന്നത്. ഈ സ്ട്രോങ് സോൾമേറ്റ് കണക്ഷനിൽ എന്തോ ഒരു ബ്ലോക്ക് വന്നിരിക്കണു. ഓക്കെ, ഓഗസ്റ്റ് മാസത്തിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇവിടെ ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. അതല്ല വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സണിന് ചോയ്സ് ഉണ്ട് ഉണ്ടാക്കാൻ. പറഞ്ഞാൽ രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സ് ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻ വന്നിരിക്കണോ. ഇപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിലാണോ നിങ്ങളുടെ പാർട്ട്ണറുടെ ലൈഫിലാണോ അത് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ചോയ്സ് ഉണ്ട്, രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഇവിടെ ഒരു ലവ് റിലേഷൻഷിപ്പാണ്. രണ്ടാൾക്കും മ്യൂച്വൽ ഫീലിങ്സ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇതൊരു ടോക്സിക് സിറ്റുവേഷനാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി, ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇവിടെ വേറെ ഒരു പേഴ്സൺ കാണാണ്ട്. അപ്പം നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു പേഴ്സൺ ഉണ്ടാവാം. അതല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേറൊരു പേഴ്സൺ ഉണ്ടായിട്ട് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ പേഴ്സൺ വന്നു. അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇവിടെ കാണാണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ഈ പുതിയ ബിഗിനിങ് ആണ്. എന്നുവെച്ചാൽ ഇവിടെ ലവ് ഉണ്ട്, പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ചില ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ അതാണ് ചാലഞ്ചായിട്ട് കാണുന്നത്. കുറേ റൊമാൻറ്റിക് എനർജി ഉണ്ട് ഇവിടെ, പോസിറ്റീവ് മെസ്സേജസ് ഉണ്ട്. പക്ഷേ ഇവിടെ ക്ലാരിറ്റി ഇല്ല, ഒരു സ്റ്റാഗ്നൻറ്റ് എനർജിയും കാണാണ്ട്. ക്വീൻ ഓഫ് കപ്സ്, ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ കുറേ ലവ് ഉണ്ട്, പക്ഷേ ഇവിടെ എന്തോ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. പേജ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ ഈ പേജ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ അഡ്വൈസ് ആയിട്ട് കാണുന്നത്? പേജ് ഓഫ് വോൺസ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ ആക്ച്വലി ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെച്ചാൽ കുറച്ചൊരു ആലോചിച്ചിട്ട് മതി എന്താ വേണ്ടതെന്ന് തീരുമാനിക്കുക. എന്നുവെച്ചാൽ ഇവിടെ ഈ സിറ്റുവേഷൻ ഒരു പുതിയ ബിഗിനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയൊരു ഡീപ്പ് ലെവൽ കണക്ഷൻ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെച്ചാൽ ഇതിന്ന് കുറച്ചൊരു എനർജി വിഡ്രോ ചെയ്തിട്ട് ആലോചിച്ചിട്ട് മതി മുമ്പോട്ട് പോവുക. അതാണ് ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടണത്. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ആസ് ഇറ്റ് ഈസ് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഫ്യൂച്ചറിൽ കൂടുതൽ അത് ഒരു ഇഷ്യൂ ആയി പോവും. അതാണ് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളോട് സൂക്ഷിക്കാൻ പറയണത്. കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഈ കിങ് ഓഫ് കപ്സ് ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയാണ്. 5 ഓഫ് കപ്സ് ഇവിടെ ഒരു ലോസിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ മാരീഡ് ആണ്, അതല്ല വെച്ചാൽ നിങ്ങൾ മാരീഡ് ആണ്, ഓർ നിങ്ങളുടെ ലൈഫിൽ വേറൊരു പേഴ്സൺ ഉണ്ട്, ഒരു ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്. അതിൻ്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, അതാണ് ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഔട്ട്കം 3 ഓഫ് പെൻറ്റിക്കിൾസ്. ഔട്ട്കമ്മിൽ തന്നെ ഞാനൊരു തേർഡ് പാർട്ടിയാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ, ആൻഡ് 3 ഓഫ് കപ്സ് ആദ്യം ഒരു തേർഡ് പാർട്ടി. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക, തീരുമാനം എടുക്കുക. എന്നുവെച്ചാൽ ഇവിടെ ഒരു മാരേജ് ഇൻവോൾവ് ആണ്. നിങ്ങളുടെ മാരേജ് ആയിരിക്കാം, വേറെ ഒരു പേഴ്സൻ്റെ മാരേജ് ആയിരിക്കാം, പക്ഷെ എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ കൺഫേംഡ് ആയിട്ട് മെസ്സേജ് പറയണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ലീബ്ര, നിങ്ങളുടെ പേഴ്സൻ്റെ സൈൻ ഒരു ഫയർ സൈൻ ആവാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ ജെമിനി ഉണ്ട്. അതല്ലാണ്ട് ഇവിടെ പൈസീസ് ഉണ്ട്,
കാപ്രിക്കോൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ കാണുന്നത്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ്, പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.